റൂമിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നപ്പോൾ വിചാരിച്ച് ഇന്ന് നമ്മൾ ഇടുക്കിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ കപ്പയും ചിക്കനും ഒരു മസാലയില്ലാത്ത. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സാധനങ്ങളൊക്കെ ആക്കി ഇതേ കപ്പയൊക്കെ നല്ല അന്തസ്സായി കട്ട് ചെയ്ത് സെറ്റ്. അങ്ങനെ പയ്യെ പയ്യെ ചെറിയ ഇട്ടു. ഞങ്ങളിതൊന്ന് പരീക്ഷണമാണ്, ശരിയാവില്ലെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒരു വിധത്തിൽ എല്ലാവരും കൂടിയിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു. അങ്ങനെ കൊള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി കൊള്ളിയിട്ട് പിന്നെ ഇതേപോലെ കുറച്ച് പച്ചമുളക്, ഒരു മസാലയോ പരിപാടിയോ എക്സ്ട്രാ സംഭവം ഒന്നുമില്ല കേട്ടോ. അതിൽ പ്യുവറായിട്ട് ചെയ്യുന്ന സംഭവത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ വിത്തൗട്ട് മസാല. അങ്ങനെ കൊള്ളിയും പരിപാടിയൊക്കെ റെഡിയായ ശേഷം കൊള്ളി അങ്ങൊന്ന് വളർത്തി വെച്ച്, ഇതിനിടയിൽ അപ്പുറത്ത് പാട്ടും ബഹളവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ കൊള്ളിക്കിട്ടില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ആയ ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കുക. പിന്നെ ഇതെങ്ങനെ ഒന്ന് ഇടിച്ച് ഒന്ന് ലെവലാക്കുക. ഇടിച്ച് എന്താ പറയുക, നമ്മുടെ ആ ഒരു പേസ്റ്റ് രൂപത്തിലൊന്നല്ല, മീഡിയം ലെവലിലൊന്ന് ഇടിച്ച് ഒന്ന് സെറ്റാക്കി കേട്ട് ഒന്നുകൂടി നിറച്ച് കുറച്ച് ചില്ലി പരിപാടി ഇടുക. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കുക. പിന്നെ ചിക്കൻ അതിലേക്ക് ഒന്നിടുക. ഇത് മാത്രമേ അതിലുള്ളൂ കേട്ടോ, വേറെ എക്സ്ട്രാ മസാല പരിപാടി ഒന്നും ചെയ്യുന്നില്ല. അതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം ഈ അരപ്പ് നമ്മൾ കാണിച്ചില്ല, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ചെറിയ രീതിയിൽ ഈ തേങ്ങയും കരിങ്ങും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മസാലയാക്കിയിട്ട് നമ്മളത് കൊള്ളിയിൽ ചേർക്കണം. പിന്നെ അതേപോലെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ആക്കുക. പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം എന്നാ സ്മെല്ലാണെന്ന് വെച്ചിട്ട് അങ്ങനെ ഈ രൂപത്തിൽ കുഴമ്പ് രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഈ സംഭവം ഉണ്ടല്ലോ അവിടെ തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞായിരുന്നു. എങ്ങണ്ട് എങ്ങണ്ട്